തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പൊന്നുമക്കളെ, ക്യാരയിൽ അങ്ങനെ തോലഞ്ഞേട്ടാ. അപ്പോൾ ക്യാരയിൽ വരും 64,000 കോടി രൂപ അങ്ങ് ചെലുത്താനായിരുന്നു ഉദ്ദേശിച്ച് വെച്ചോണ്ടിരുന്നത്. ഒന്നും നടന്നില്ല. എല്ലാം പരുന്തുംകാലെ തന്നെ പോയി. പാവപ്പെട്ടവൻ്റെ ഒക്കെ അടുപ്പിനകത്ത് വരെ കൊണ്ടല്ലേ അവൻ്റെ ഒക്കെ മഞ്ഞക്കുറ്റി നാട്ടി വെച്ചിരുന്നത്. ഇപ്പോൾ അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം അട ചക്കര എന്തരൊക്കെ ആയിരുന്നു. അതിൽ ഒരുത്തന്നെ കൈയിട്ട് വാരലും നടന്നില്ല. ഔദ്യോഗികമായിട്ട് അതങ്ങ് തൊലഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, നമ്മളിത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയണം കേട്ടാ. ഈ മഞ്ഞ കുറ്റി നാട്ടി വെച്ചിരിക്കണ വീടുകളിലൊക്കെ അവർക്ക് ഒരു ലോൺ എടുക്കാൻ ഒരു നിർവാഹം ഉണ്ടാ. എത്ര ആയിരക്കണക്കിന് ജനങ്ങളിപ്പോൾ സന്തോഷിക്കണം എന്നറിയാവോ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ? ആളുകളുടെ നെഞ്ചത്ത് തറച്ച കുറ്റിയായിരുന്നു ആ മഞ്ഞ കുറ്റി. ആ ഒരു വഹന്ത കൊണ്ട് നാട്ടിയ പിന്നെ വല്ലാത്ത ദുരിതം തന്നെയായിരുന്നു. എന്തെങ്കിലും ചെയ്യാനൊക്കെ വസ്തു വിൽക്കാൻ പറ്റൂല, വാങ്ങാൻ പറ്റൂല, ഒരിടപാടുകളും നടക്കൂല. എന്നാൽ ഈ കാലന്മാർ ഇതുവെല്ലാം നടക്കണ കേസാണെന്ന് പറയുക അതുമില്ല. കേന്ദ്ര സർക്കാർ പണ്ടേ തഴഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും സിൽവർ ലൈൻ ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞ്. എന്നിട്ടും ജംഗ്ഷന് തോറും മാറി നടന്ന് ക്യാരയിൽ ഇപ്പം വരും. ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ യാണി വെച്ച് ആകാശത്ത് കയറി ആകാശത്തൂടെ റെയിൽ പാത ഇടുമെന്നാണ് ആ തലയ്ക്ക് കിളി പോയി നടക്കണ ഒരുത്തം പറഞ്ഞുകൊണ്ട് നടന്നത്. യവന്മാരുടെ ചിലപ്പം സോക്കേടും അല്ലേ, ഏതായാലും കഴിഞ്ഞതങ്ങ് തീർന്ന് കിട്ടി. അപ്പോൾ ഇപ്പം കേറിയ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടാ. സ്ത്രീകളുടെ ആ KSRTCയിലെ സൗജന്യ യാത്ര മാത്രമല്ല, അത് കുസുമേച്ചി പറയാം. കുസുമേച്ചിക്ക് എന്തൊരു വിവരമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും. കുറേ ലോകപരിചയമൊക്കെ ഉള്ളതല്ലേ മക്കളെ, കുറേ സർക്കാരുകളെയൊക്കെ മാറി വരണത് കണ്ടതല്ലേ. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കുസുമേച്ചിക്ക് അറിയാമെന്ന് വെച്ചോ. ഏറ്റവും നല്ല ഒരു കാര്യം, അപ്പോൾ ഇവരെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, രക്ഷിക്കട്ടെ. വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പുണ്ടാക്കി വെച്ചല്ലോ ഇപ്പം പുതിയതായിട്ട്. അതിനപ്പുറം ഒരു നന്മ കേട്ട. ഈ കാലത്ത് വലിയൊരു അത്യാവശ്യമായിരുന്നു മക്കൾ. കാരണം വീട്ടിലൊക്കെ ഇട്ട് മൂപ്പിലാമാരെയൊക്കെ ഇട്ട് കുത്തണ കുത്ത് ഇത് നരയായി കഴിഞ്ഞാൽ വീട്ടിൽ ഒന്നിനും കൊള്ളൂല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഇട്ട് ഒരേ കുത്ത് തന്നെ. പിന്നെ ഒരു അധിക പറ്റാണ് വീട്ടിൽ വയസ്സായവർ കേട്ടാ. അയ്യോ, അപ്പോൾ എവിടൊക്കെ കൊണ്ട് തള്ളണ്, അമ്പലങ്ങട നടയിലുകളൊക്കെ കൊണ്ട് ഇരുത്തണ്, റോഡിൽ കൊണ്ട് തള്ളണ്, പിന്നെ വൃദ്ധസാധനങ്ങളിലൊക്കെ കൊണ്ട് തള്ളണ്. എല്ലാ വൃദ്ധസാധനങ്ങളിലുമൊക്കെ നല്ലപോലെ അവർ നോക്കുക മക്കളെ. അപ്പികളെ ഇത്രയും വളർത്തി വലുതാക്കിയ തന്തയാനും തള്ളയാനെയൊക്കെ കൊണ്ട് തള്ളുമ്പോൾ നിങ്ങൾക്ക് ഇത്തിപ്പോരെങ്കിലും കണ്ണിച്ചോര വേണം കേട്ടാ. അത് മാത്രമല്ല, ഇന്നലെ ഒരാൾ എന്നോട് പറയുകയായിരുന്നു, നമ്മുടെ നാട്ടിൽ മാത്രം ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു വയസ്സായ ഒരാൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് എത്തിപ്പോരാ കൈ പിടിച്ചൊന്ന് നടത്തിക്കൊണ്ട് ക്രോസ് ചെയ്യിക്കുക. അങ്ങനെയുള്ള ഒരു മനസാക്ഷിയൊന്നും ഇവിടെ ആർക്കും വരണില്ല കേട്ടാ. അതിൽ എല്ലാ മാറ്റങ്ങൾ വരണം. എല്ലാ ഇലയും ഒരു ദിവസം പഴുത്ത് വീഴണത് തന്നെ. എല്ലാം എന്നും പച്ചയായിട്ടിരിക്കുമല്ല പൊന്നുമക്കളെ. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടാ. അത് കുസുമേച്ചിയുടെ ഹൃദയത്തിലാണ് തട്ടിയത്. കുസുമേച്ചിയുടെ മാത്രമല്ല, അപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന തള്ളമാരുടെയും തന്തമാരുടെയും വയസ്സായവരുടെയും ഹൃദയത്തിൽ തൊട്ട ഒരു കാര്യമാണ്. കാരണം ഒരു സമൂഹം എത്രത്തോളം പരിഷ്കൃതമാണ്, എത്രത്തോളം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ആ സമൂഹം അവിടുത്തെ വൃദ്ധരോട്, വയസ്സായ അതായത് കിളവന്മാരോടും കിളവികളോടും ഒക്കെ പെരുമാറണ രീതി കണ്ടാൽ മതിയും. അതാണ് കറക്റ്റ് കാര്യം, കൃത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടാ നമ്മുടെ മുഖ്യമന്ത്രി പറയണതും ചെയ്യണതും എല്ലാം. അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങേര് മുന്നോട്ട് പോകട്ടെ. ഒന്നുമില്ലെങ്കിൽ ആ മോന്ത കഴപ്പൻ്റെ മോന്ത ഇനി കാണണ്ടല്ല. അപ്പോൾ മുഖത്തോട്ട് നോക്കിയാൽ ഒന്ന് ചിരിക്കുമായിരുന്ന. എൻ്റെ അപ്പോൾ ഒരു മൂപ്പത്തി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയുടെ അന്ന് VD സതീശനെ വന്ന് കെട്ടിയിട്ടൊക്കെ പിടിച്ചല്ല. അപ്പോൾ ഞാൻ അമ്മാളും അമ്മയാണ്, സതീശൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥാനത്ത് പിണറായി വിജയനെ ആയിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചു പിള്ളേരുമൊക്കെ എടുത്ത് തലയെ ചുവന്നുകൊണ്ട് നടക്കുകയാണ് മുഖ്യമന്ത്രി എന്ന്. രണ്ടാളുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ കാണുന്നത്. എന്തിരുന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ച ആളുകൾ ജനങ്ങളെ കാണുമ്പോൾ 3-4 ആഴ്ചയായിട്ട് വയറ്റിൽ നിന്ന് പോകാത്ത പോലുള്ള ഒരു മോന്തയും വെച്ചുകൊണ്ട് നടക്കണത് എന്തൊരു കാര്യത്തിന്? നാട്ടുകാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണതിന് എത്ര രൂപ ചിലവാകും? അപ്പം
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സിൽവർ ലൈൻ പൊളിഞ്ഞ് പാളിസായതുപോലെ യവന്മാർ കാണിച്ച എല്ലാ അഴിമതികളും കള്ളത്തരങ്ങളും എല്ലാം പുറത്ത് കൊണ്ടുവരണം. ഇപ്പോൾ ആ ഗൺമാൻ്റെ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ട് എന്നാണ് കുസുമേച്ചി വാർത്തയിൽ കൂടെ കേട്ടത് കേട്ടാ. അങ്ങനെ അത് മാത്രം പോരാ, എല്ലാം വലിച്ചു പുറത്തിടണം. അപ്പോൾ ആ നവീൻ ബാബുവിൻ്റെ ഒക്കെ കേസുണ്ടല്ല, അവളെയൊക്കെ എന്തൊരു പറഞ്ഞാലാണ് ചീത്തകൾ തന്നെയാണ് വരണത്. അവളെ എല്ലാം ഇതിനകത്ത് വെളിച്ചത്ത് കൊണ്ടുവരണം, ഇവളുടെ എല്ലാം പങ്കുകൾ, ആ മനുഷ്യൻ്റെ ഉയിരെങ്ങനെ പോയി എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് പെടുമരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ പാർട്ടിക്കാരുടെ സംരക്ഷണയിൽ ഒരുപാട് കേസുകൾ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം ഒന്നൊന്നായിട്ട് പുറത്ത് കൊണ്ടുവരണം മക്കളെ. യവന്മാർക്കിപ്പോൾ എങ്ങോട്ട്, ഞാൻ ഈ പാർട്ടിക്കാരുടെ കാര്യമാണ് പറയണത്, ഇടതുപക്ഷക്കാരുടെ സഖാക്കന്മാരി എല്ലാം കൂടെ തമ്മിലടിയാണ്. ആർക്ക് ആരെ പഴി ചാരണമെന്ന് അറിഞ്ഞുകൂടാ. ഈ പിണറായി വിജയൻ എന്ന് പറയണവൻ്റെ മുന്നിൽ നിന്ന് ഇപ്പോഴും ഒരുത്തനും പെടുക്കാതെ നിന്ന് സംസാരിക്കില്ല. എന്തൊരു കണ്ടിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. യവനെ പിന്നെയും പിടിച്ച് തോളെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്, പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ്. എന്താണ് PB അംഗമായിട്ടുള്ള ഒരാളിരിക്കുമ്പോൾ വേറെ ആരെയാണ് വെക്കാനുള്ളതെന്നൊക്കെയാണ് കുറേ ആളുകൾ ചോദിക്കണത്. എന്തരായാലും ശരി, ഇതോടുകൂടി ഉണ്ടല്ല യവന്മാരുടെ കഥ കഴിയുകയാണ് കേട്ടോ. അതിനും മാത്രമുള്ള പ്രശ്നങ്ങളെല്ലാം പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇവരെ തഴഞ്ഞിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, 5ഉം 10ഉം വോട്ടും ഒക്കെയാണ് ഓരോയിടത്ത് കിട്ടിയിരിക്കണത്, ആകെപ്പാടെ കിട്ടിയിരിക്കണത്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തമ്മിലടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയിലപ്പുറം ഇത് പുറത്തൊന്നും വരാത്തതാണ്. മറ്റുള്ള പാർട്ടികളെ പോലല്ല, യവന്മാർ ഒതുക്കും. ഏവനെങ്കിലും ഇത് പുറത്തു വിട്ടാൽ അവനെ അങ്ങ് തീർത്ത് കളയെന്നുള്ളതാണ് യവന്മാരുടെ ഒരു രീതി. അതുകൊണ്ട് പരമാവധി ആളുകളൊന്നും പുറത്തു പറയാതെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ആട്ടെ, തമ്മിൽ തല്ലട്ടപ്പികളെ, അവനവൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, കർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങൾ അവനവൻ തന്നെ അനുഭവിച്ച് തീരണം. ഇന്നലെ പിണറായി വിജയൻ നിന്ന് പ്രസംഗിക്കണം, ഞങ്ങളുടെ അവസാനമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട, ഇനി തിരിച്ചിങ്ങോട്ട് വരുമെന്ന്. എന്തുമാത്രം അഹങ്കാരം, നാട്ടുകാരുടെ മുന്നിൽ എന്തുമാത്രം ഇപ്പോഴും ഉളുപ്പില്ലായ്ക ഉള്ളത് കൊണ്ടാണ് അങ്ങാര് നിന്ന് ആ ഒരു വർത്താനം പറഞ്ഞത്. ഇനിയും തിരിച്ചു വരുമെന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് വീണ്ടും മുന്നോട്ട് പ്രവർത്തിക്കാനിരിക്കുന്നത്. ഇവർ തിരുത്തുക, ഇവർ പരിശോധിക്കും, തിരുത്തുമെന്ന് പറയണത്. എവിടെ തിരുത്ത്? യവന്മാർ തിരുത്തുകയില്ല, തിരുത്തുകയും ചെയ്യരുതും. ഇതോടുകൂടി ഇതൊന്ന് തീർന്ന് കിട്ടണം. ഇപ്പം ആണുങ്ങൾ കയറി ഇരുന്ന് ഭരിക്കണം, എന്തെല്ലാം പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന, ആളുകളുടെ മുഖത്ത് നോക്കി ചിരിക്കണം, വർത്തമാനങ്ങൾ പറയാണ്. പാർട്ടി നോക്കാതെ ആളുകളെല്ലാം അതിനെ കൈയടിക്കുകയല്ലേ ചെയ്യണത്. നമ്മൾ നല്ലത് ചെയ്താൽ പാർട്ടി ഒന്നും നോക്കാതെ ആളുകൾ അതിനെ സ്വീകരിക്കും മക്കളെ. എല്ലാത്തിനും നമ്മൾ പാർട്ടി നോക്കിയോ, രാഷ്ട്രീയം നോക്കിയോ. ഇപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ കുഴഞ്ഞ് വീഴുമ്പോൾ അയാളെ സഹായിക്കാൻ പോണത് നമ്മൾ പാർട്ടി ചോദിച്ചിട്ടാണ്? ഒന്നും ചോദിച്ചിട്ടല്ല. മനുഷ്യരങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ പോലെ കണ്ട് പെരുമാറിയൊക്കെ സഹകരിച്ച് തന്നെ ഇവിടെ ജീവിക്കണത്. കുത്തിത്തിരിപ്പുണ്ടാക്കണത് മുഴുവൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഏവം വന്നാലും നന്നായിട്ട് ഭരിച്ചാൽ നമ്മൾ നല്ലതാന്ന് തന്നെ പറയും. അങ്ങനല്ലേ അപ്പികളെ?